الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم إنا نعوذ برضاك من سخطك وبمعافاتك من عقوبتك ونعوذ بك منك لا نحصي ثناء عليك أنت كما أثنيت على نفسك. أما بعد. സഹോദരങ്ങളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഹുനൈൻ യുദ്ധത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ അവസാനത്തെ ദർസിൽ വിശദീകരിച്ചത്. അടുത്തത് തായിഫ് യുദ്ധത്തിൻ്റെ ചരിത്രമാണ്. തായിഫ് എന്നത് നിങ്ങൾ പലർക്കും അറിയാവുന്നതുപോലെ മക്കയിൽ നിന്ന് ഏതാണ്ട് 100 കിലോമീറ്റർ അകലത്തിലുള്ള സ്ഥലമാണ്. ഈ യുദ്ധം യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുശ്രിക്കുകളും തമ്മിൽ നടന്നത് ഹുനൈൻ യുദ്ധത്തിന്റെ ബാക്കിപത്രം എന്നോണമാണ്. കാരണം ഹുനൈനിൽ പരാജയപ്പെട്ട മുശ്രിക്കുകൾ ഹവാസിൻ, തഖീഫ് തുടങ്ങിയ ഗോത്രങ്ങളിലെ ബാക്കി വന്ന പരാജിതരായ ആളുകൾ തായിഫിലേക്ക് പോവുകയും അവിടെ കോട്ടയിൽ അവർ അഭയം തേടുകയും ചെയ്തു. അവരുടെ നേതാവായിരുന്ന ഹുനൈനിലെ അവരുടെ നേതാവായിരുന്ന മാലിക് ഇബ്നു ഔഫും ഈ രക്ഷപ്പെട്ടു പോയവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഹിജ്റ 8-ാമത്തെ വർഷം ശവ്വാൽ മാസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യവുമായി തായിഫിലേക്ക് അവരുടെ കോട്ടകൾക്ക് നേരെ ചെല്ലുന്നത്. അവർ അവരുടെ കോട്ടയിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് നേരെ കല്ലുകളും അമ്പുകളുമെല്ലാം എറിയുകയുണ്ടായി. മുസ്ലിമീങ്ങളാകട്ടെ ആ കോട്ട ഉപരോധിച്ചു. ആ ഉപരോധം നീണ്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനിടയിൽ അവരുടെ കോട്ടയിൽ നിന്ന് അടിമകളായ ആരെങ്കിലും മുസ്ലിമീങ്ങളായി വന്നാൽ അവർ സ്വതന്ത്രരാണ് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ ചിലർ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് അവരുടെ അടിമകളായിരുന്ന ആളുകളിൽ നിന്ന് വരികയും ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് വരികയും അവർ സ്വതന്ത്രരാവുകയും ചെയ്തു. അതിൽ വളരെ അറിയപ്പെട്ട, പിൽക്കാലത്ത് ഏറെ അറിയപ്പെട്ട സഹാബിമാരിൽ ഒരാളായ ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ അല്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ പിന്നീട് പല ഉജ്ജ്വലമായ രംഗങ്ങളിലും സഹാബത്തിനോടും ഒപ്പമുണ്ടായിരുന്ന സഹാബിയാണ് അബൂബക്കർ നുഫൈ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പിന്നീട് മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്ര പോവുകയായിരുന്നു. സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം. ആ യാത്രക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയാണ്. നബി അവിടുത്തെ വാഹനപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിക്കണം, ആ സഹാബി അബൂബക്കറയാണോ അല്ല അബൂ ഖത്താദയാണോ എന്ന് സംശയമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് അത് വിവരിക്കാം. പറഞ്ഞു വന്നത്, തായിഫിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുസ്ലിമീങ്ങളുടെ അരികിലേക്ക് മുസ്ലിമായി വന്ന അടിമകളിൽ ഒരു സഹാബിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഞാൻ പറയാൻ ഉദ്ദേശിച്ച സംഭവം അത് അബൂബക്കറാണോ അല്ല അബൂ ഖത്താദയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്, പരിശോധിക്കാം. തായിഫിൽ അവരുടെ കൂട്ടത്തിൽ, മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് മുസ്ലിമായി വന്ന അടിമകളിൽ ഒരാൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. നോക്കൂ, ഇങ്ങനെ ദിവസങ്ങൾ ഈ തായിഫ് ഉപരോധം നീണ്ടുപോവുകയുണ്ടായി. ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ
നമുക്ക് യുദ്ധം അവസാനിപ്പിച്ച് ഈ ഉപരോധം അവസാനിപ്പിച്ച് തിരിച്ചു പോകാം എന്ന് പറഞ്ഞു. ആ കോട്ട വിജയിച്ചടക്കിയിട്ടില്ല, അവരെ പരാജയപ്പെടുത്തിയിട്ടുമില്ല. പക്ഷേ ഉപരോധം ഇങ്ങനെ നീണ്ടുപോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. സഹാബിമാർക്ക് അത് പ്രയാസമായി തോന്നി. കാരണം ഇത്രയും ബുദ്ധിമുട്ടി ഇത്രയും ദിവസങ്ങൾ ഈ കോട്ട ഉപരോധിച്ച് അവസാനം അവരെ പരാജയപ്പെടുത്താതെ ആ കോട്ട വിജയിച്ചടക്കാതെ തിരിച്ചു പോവുകയോ എന്നതിൽ അവർക്ക് പ്രയാസം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടു. എന്നിട്ട് വീണ്ടും ഉപരോധം തുടരുകയാണ്. പക്ഷെ അത് പിന്നീട് വളരെ കഠിനമായ പ്രയാസത്തിലേക്ക് നീങ്ങി. ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പ്രയാസം മനസ്സിലാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുകയും എന്നിട്ട് പറയുകയും ചെയ്തു, ഇന്നാ ഖാഫിലൂന ഗദൻ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ തിരിച്ചു പോകും. അത് സഹാബികമാർക്ക് ആശ്വാസമായി തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഇത് പറഞ്ഞതാണ്. പക്ഷെ അപ്പോൾ അവർ വിചാരിച്ചു ഇതെങ്ങനെ ശരിയാകും. പക്ഷേ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം തന്നെയായിരുന്നു ശരി എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ മുസ്ലിമീങ്ങൾ തായിഫ് വിജയിച്ചടക്കാതെ ആ കോട്ട കീഴടക്കാതെ പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ജിഅറാന എന്ന സ്ഥലത്ത് എത്തുകയുണ്ടായി. ജിഅറാന എന്ന സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം ഗനീമത്ത് സ്വത്ത് മുസ്ലിമീങ്ങൾക്ക് ഈ യുദ്ധത്തിൽ ഹുനൈൻ യുദ്ധത്തിൽ ലഭിച്ചിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പടയാളികൾക്കും കൂടെ ഉള്ളവർക്കും പെട്ടെന്ന് വീതിച്ചു കൊടുക്കാതെ ഒരൽപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാവധാനം കാണിച്ചു. എന്തിനായിരുന്നു അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ ഹവാസിൻ ഗോത്രക്കാർ പരാജിതനായ അവർ മുസ്ലിമീങ്ങളായി വരും എങ്കിൽ അവർക്ക് ഇതൊക്കെ അവർക്ക് തന്നെ കൊടുക്കാം എന്നൊരു പ്രതീക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വൈകിപ്പിച്ചു എന്നാണ്. പക്ഷേ അവർ വരുന്നത് കാണാഞ്ഞപ്പോൾ ജിഅറാനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹുനൈനിലെ വലിയ യുദ്ധാർജിത സ്വത്ത് ഒന്നാകെ വീതിച്ച് ആളുകൾക്ക് കൊടുക്കുകയാണ്. ഇത് കൊടുക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ പരിഗണിച്ചത് അടുത്ത കാലത്ത് മുസ്ലിമീങ്ങളായ ആളുകളെയും മുസ്ലിമീങ്ങളാകാതെ ഹുനൈനിൽ വന്ന ചിലരും ഉണ്ടായിരുന്നു, അവരെയുമൊക്കെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വാരിക്കോരിയാണ് ഈ യുദ്ധാർജിത സ്വത്ത് നൽകിയത്. അഖറ ഇബ്നു ഹാബിസ്, അബൂ സുഫിയാൻ തുടങ്ങിയ അടുത്ത മുസ്ലിമീങ്ങളായ സഹാബിമാർക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തർക്കും വമ്പിച്ച രൂപത്തിൽ നൽകുകയുണ്ടായി. 100 ഒട്ടകങ്ങൾ ഇങ്ങനെ വീതിച്ച് കൊടുക്കുകയാണ്. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു അവരിൽ ഒരാളാണ്. ഹക്കീം ഇബ്നു ഹിസാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിയുടെ അരികിൽ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കീമിന് 100 ഒട്ടകങ്ങൾ കൊടുത്തു. ثم سأله 100 أخرى. ഹക്കീം ഇബ്നു ഹിസാം ഒരു 100 കൂടി ചോദിച്ചു. فأعطاها إياها. വീണ്ടും 100 ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ ചില്ലറ മുതലല്ല. 100 ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വലിയ സമ്പത്താണ്. ثم سأله فأعطاه. വീണ്ടും ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും കൊടുത്തു. ثم قال له رسول الله صلى الله عليه وسلم. അതിനുശേഷം ഹക്കീമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഹക്കീം ഇന്ന هذا المال خضر حلون. ഈ സമ്പത്ത് എന്ന് പറയുന്നത് അത് നല്ല പച്ചപ്പുള്ളതാണ്, മധുരമുള്ളതാണ്. ഖദറുൻ ഹുലൂൻ. ഖദർ എന്ന് പറഞ്ഞാൽ അതിന്റെ പുറമേക്ക് കാണാനുള്ള ഭംഗിയാണ്. ഹുലു മധുരം എന്നത് അനുഭവിക്കുമ്പോൾ ഉള്ള രുചിയാണ്. ഈ രണ്ട് രൂപത്തിലും പണം മനുഷ്യനെ ആകർഷിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ അതിനോട് ആകർഷണം തോന്നും, അനുഭവിക്കുമ്പോൾ അത് രുചിക്കുമ്പോഴും അതിൽ മധുരം തോന്നും. അങ്ങനെയുള്ളതാണ് ഈ സമ്പത്ത്. പക്ഷേ فمن أخذه بسخاوة نفس بورك له فيه ومن أخذه بإشراف نفس لم يبارك له فيه. ആരെങ്കിലും ഈ സമ്പത്ത് മാന്യമായി നേടിയെടുത്താൽ, ആരോടും യാചിക്കാതെ മാന്യമായി നേടിയെടുത്താൽ ബൂരിക ലഹു ഫീഹ്, അവന് അതിൽ ബറക്കത്ത് നൽകപ്പെടുന്നതാണ്. അല്ലാഹു അതിൽ ബറക്കത്ത് നൽകും. വമൻ അഖദഹു ബിഇശ്റാഫി നഫ്സിൻ.
ഇനി ആളുകളുടെ മുന്നിൽ നിന്ദനായി അവരോട് യാചിച്ചുമൊക്കെ ഒരാൾ ഈ സമ്പത്ത് നേടിയെടുത്താൽ ലം യുബാറക് ലഹു ഫീഹി, അവൻ അതിൽ ബറക്കത്ത് ലഭിക്കുകയില്ല. അവൻ ഏതുപോലെയായിരിക്കും? വക്കല്ലദീ യഅകുൽ വലാ യശ്ബഅ, തിന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ വയറ് നിറയുന്നില്ല, കഴിക്കുന്നുണ്ട് പക്ഷെ വയറ് നിറയാത്തവനെ പോലെ ആയിത്തീരും അവൻ. വൽയദുൽ ഉൽയാ ഖൈറും മിനൽ യദി സുഫ്ലാ, മുകളിലുള്ള കൈയാണ് താഴെയുള്ള കൈയിനേക്കാൾ നല്ലത്. ഏതാണ് മുകളിലുള്ള കൈ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചില ഹദീസുകളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അൽ യദുൽ ഉൽയാ എന്ന് പറഞ്ഞാൽ അൽ മുഅത്തിയ, നൽകുന്ന കൈയാണ്. യദു സുഫ്ല, താഴെയുള്ള കൈ എന്നാൽ എന്താണ്? ഹദീസുകൾ കാണാം, അസ്സായില, ചോദിക്കുന്ന കൈയാണ്, ചോദിക്കുന്ന കൈയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു അടുത്ത മുസ്ലിമായ സഹാബിയാണ്. പക്ഷെ അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശം അത് അങ്ങേയറ്റം ഹൃദയത്തിൽ അത് കൊള്ളുകയുണ്ടായി. ആ സഹാബി പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വല്ലദീ ബഅസക ബിൽ ഹഖ്, താങ്കൾ സത്യവുമായി അയച്ച റബ്ബ് തന്നെ സത്യം, ലാ അർസഉ അഹദൻ ബഅദക ശൈഅൻ ഹത്താ ഉഫാരിഖ അദ്ദുനിയ, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് വേർപെട്ടു പോകുമ്പോളും മരിക്കുന്നത് വരെ ഇനി നബിയെ അങ്ങ് കഴിഞ്ഞ് ഇനി ഒരാളോടും ഞാൻ ഒന്നും ചോദിക്കുകയില്ല എന്ന് സത്യം ചെയ്തുകൊണ്ട് ഈ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. പിന്നീട് പിൽക്കാലത്ത് ഹദീസിന്റെ കിതാബുകൾ നമുക്ക് കാണാം, ഫകാന അബൂബക്കർ യദ്ഉ ഹക്കീമൻ ലിയുഅതിയഹു അൽഅതാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഹക്കീമിന് ഇസ്ലാമിക പൊതുമുതലിൽ നിന്ന് പഴയ സഹാബിമാർക്കും മറ്റും അവർ നൽകാറുണ്ടായിരുന്നു. അങ്ങനെ ഹക്കീമിന് കൊടുക്കാനുള്ളത് കൊടുക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിക്കും. ഫയഅബ അൻ യഖ്ബല മിൻഹു ശൈഅൻ, അദ്ദേഹം ഒന്നും സ്വീകരിക്കുകയില്ല. ثم إن عمر دعاه ليعطيه فأبى أن يقبل منه, പിന്നീട് ഉമറിന്റെ കാലത്ത് ഉമർ വിളിക്കും, അപ്പോഴും അദ്ദേഹം സ്വീകരിക്കുകയില്ല. ഉമർ ആളുകളോട് പറയും, ഇന്നി ഉഷ്ഹിദുക്കും മഅശറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ഇതാ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി പറയട്ടെ, അന്നി അഅരിദു അലൈഹി ഹഖ്ഖഹു മിൻ ഹാദൽ ഫൈ, ഈ ഫൈയിൽ നിന്ന്, ഫൈ എന്നാൽ യുദ്ധാർജിത സമ്പത്തിന്റെ ഒരു രൂപങ്ങളിൽ ഒന്നാണ് ഫൈ എന്ന് പറയുന്നത്, അത് ഹക്കീമിന് നൽകാൻ ഞാൻ വിളിക്കുന്നു. ഫയഅബ അൻ യഅഖുദ, പക്ഷെ ഹക്കീം അത് വാങ്ങുന്നില്ല. അങ്ങനെ മരിക്കുവോളം ഹക്കീം റളിയല്ലാഹു അൻഹു പിന്നെ ആരോടും ഒന്നും വാങ്ങിയിരുന്നില്ല. പക്ഷേ അദ്ദേഹം വലിയ സമ്പത്തുള്ള ആളായിരുന്നു എന്നാണ്. പിൽക്കാലത്തും അദ്ദേഹത്തിന്റെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇത് അബൂബക്കറിന്റെയും ഉമറിന്റെയും കാലത്ത് അദ്ദേഹം ചോദിച്ചതല്ല, മറിച്ച് അദ്ദേഹത്തോട് അങ്ങോട്ട് വാങ്ങാൻ ആവശ്യപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അങ്ങനെ ഉള്ളത് വാങ്ങാൻ അനുവാദമുണ്ട്. ഉമറിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അത് പറഞ്ഞിട്ടുണ്ട്, നീ ചോദിക്കാതെ, നീ അതിനുവേണ്ടി തലകുനിക്കാതെ, അങ്ങനെയുള്ള രൂപത്തിൽ നിനക്ക് വന്നു കിട്ടിയാൽ നീ സ്വീകരിച്ചോളൂ, അല്ലെങ്കിൽ നീ അതിന്റെ പിന്നാലെ പോകേണ്ടതില്ല. അനുവാദമുണ്ട്. പക്ഷെ എന്നിട്ടും ഈ സഹാബി വാങ്ങാതിരുന്നത് എന്തുകൊണ്ടാണ്? ഹാഫിദ് ബിൻ ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ലിഅന്നഹു ഖശിയ അൻ യഖ്ബല മിൻ അഹദിൻ ഷൈഅൻ ഫയഅതാദു അൽഅഖ്ദ ഫയതജാവസു ബിഹി നഫ്സുഹു ഇലാ മാ ലാ യുരീദു. അദ്ദേഹം ചിന്തിച്ചു, ഈ അവകാശമുള്ളത് വാങ്ങാൻ പോയി പിന്നീട് അത് കൂടുതൽ സമ്പത്തിനോട് മോഹം തോന്നി പിന്നീട് അവകാശമില്ലാത്തതും ചോദിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. ആ വറആൻ അഥവാ ഹറാമിലേക്ക് അല്ലെങ്കിൽ പാടില്ലാത്തതിലേക്ക് ഇത് നയിച്ചേക്കുമോ എന്ന പേടി കൊണ്ടാണ് അദ്ദേഹം അത് ഉപേക്ഷിച്ചത് എന്നാണ്. സമ്പത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ما فتح عبد باب مسألة إلا فتح الله عليه باب فقر. ഒരാൾ യാചനയുടെ വാതിൽ തുറന്നാൽ അള്ളാഹു അവന് ദാരിദ്ര്യത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും. അതേസമയം അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ എന്താണ് സംഭവിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യസ്തഇഫ യുഇഫഹു അല്ലാഹ് വമൻ യസ്തഗ്നി യുഗ്നിഹു അല്ലാഹ്. അള്ളാഹുവിനോട് ചോദിക്കാൻ, റബ്ബിനോട് മാത്രം ചോദിക്കാൻ ഒരുവൻ തീരുമാനിച്ചാൽ അള്ളാഹു അങ്ങനെ ജീവിക്കാൻ അവൻ തൗഫീഖ് കൊടുക്കും. വമൻ യസ്തഗ്നി യുഗ്നിഹു അല്ലാഹ്. ആരെങ്കിലും സമ്പന്നത നടിച്ചാൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ളത് എന്റെ കയ്യിലുണ്ട് എന്ന രൂപത്തിൽ ഒരുവൻ ജീവിച്ചാൽ യുഗ്നിഹില്ല, അള്ളാഹു അങ്ങനെ തന്നെ അവനാക്കുന്നതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന് ഐശ്വര്യവും അവന് വേണ്ടത് ഉള്ള അവസ്ഥയും നൽകുന്നതാണ്. അതേസമയം
ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടാൻ തീരുമാനിച്ചാൽ കൈനീട്ടിക്കൊണ്ടേയിരിക്കും. യാചകരെ നോക്കൂ നിങ്ങൾ. ഏതെങ്കിലും ഒരു യാചകൻ ഏതെങ്കിലും ഒരു കാലത്ത് എത്ര കൊല്ലം അയാൾ ഇതുപോലെ യാചിച്ച് ജീവിച്ചാലും പണക്കാരനാകുന്നത് യാചന നിർത്തുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പണ്ട് യാചകനായാലും ഇന്നും യാചകൻ തന്നെ, നാളെയും അവൻ യാചകൻ തന്നെ. അത് അവസാനിപ്പിക്കാൻ അവൻ തീരുമാനിക്കാത്തിടത്തോളം, അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാത്തിടത്തോളം യാചിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ആളുകളോട് ചോദിക്കുക എന്നത് വളരെ മോശമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സഅല അന്നാസ തകസ്സുറൻ ഫഇന്നമാ യസ്അലു ജംറൻ. ഉള്ള സമ്പത്ത് അതിൽ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളോട് ചോദിച്ചാൽ അവൻ സ്വീകരിക്കുന്നത് എന്താണ്? തീക്കനലാണ്. അവൻ നാളെ പരലോകത്ത് എങ്ങനെ വരും? അവന്റെ മുഖത്ത് ഒരു മുസ്അതു ലഹ്ം, അല്പം പോലും മാംസമില്ലാത്ത രൂപത്തിൽ പരലോകത്ത് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കും. നഅൂദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സമ്പത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളത് എങ്ങനെ സ്വീകരിക്കുക? ഫഅജ്മിലു അത്തലബ്, ഫഅജ്മിലു അത്തലബ്, ഭംഗിയായ രൂപത്തിൽ നിങ്ങൾ ആ റിസ്ക് തേടിക്കൊള്ളുക. ഫഅജ്മിലു അത്തലബ്, ഭംഗിയായ രൂപത്തിൽ, അള്ളാഹു ഹലാലാക്കിയ രൂപത്തിൽ മാത്രം ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടാതെ അവരോട് ചോദിക്കാതെ ജീവിച്ചുകൊള്ളുക. ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെത് ചോദിക്കരുത് എന്നാണ്. അതേസമയം ഒരാൾ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്തു, അവന് ശമ്പളം കൊടുക്കുന്നില്ല, കൂലി കൊടുക്കുന്നില്ല, അത് ചോദിക്കുന്നത് ഈ പരിധിയിൽ ഉൾപ്പെടുകയില്ല. കാരണം അവന്റെ അവകാശമാണ് ചോദിക്കുന്നത്. അതുപോലെ കടക്കാരുടെ കടം, ഒരാളുടെ കടം വാങ്ങി തിരിച്ചു കൊടുക്കേണ്ട സമയമായി, കൊടുക്കുന്നില്ല, അവനോട് ചോദിക്കുകയാണ്, ഞാൻ തന്ന പണം എവിടെ? അത് ഈ പരിധിയിൽ പെടുകയില്ല. കാരണം അവന്റെ പണമാണ് ചോദിക്കുന്നത്. അതുപോലെ മാതാപിതാക്കൾ മക്കളോട്, മക്കൾ മാതാപിതാക്കളോട്, ഇങ്ങനെയുള്ള ആളുകൾ പരസ്പരം ചോദിക്കുന്നത്, അതുപോലെ ആ രൂപത്തിൽ ബന്ധമുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതും കൊടുക്കുന്നതും ഈ പറഞ്ഞ മോശമായ സുആല്, മോശമായ യാചനയിൽ ഉൾപ്പെടുകയില്ല. അത് പണ്ഡിതന്മാർ പ്രത്യേകം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാൾ ഒരൽപ്പം ആളുകൾക്കിടയിൽ വലിയ പദവിയില്ലാത്ത ജോലി ചെയ്യുന്നതിനാണ് പ്രോത്സാഹിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാൾ ഒരു കയറെടുത്ത് കാട്ടിലേക്ക് പോയി മരം മുറിച്ചു, അത് താൻ ചുമലിൽ താങ്ങി വന്ന് വിറ്റ് പണമുണ്ടാക്കുന്നതാണ്. ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് അവന് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും. നോക്കൂ നിങ്ങൾ, ഒരാൾ കയറെടുത്ത് വിറക് വെട്ടി അത് ചുമന്ന് കൊണ്ടുവന്ന് വിൽക്കുക എന്ത് ആളുകൾക്കിടയിൽ പലപ്പോഴും പത്രാസുള്ള ഒരു ജോലിയല്ല. പക്ഷേ ജനങ്ങളോട് ചോദിക്കുന്നതിനേക്കാൾ അള്ളാഹുവിങ്കൽ ശ്രേഷ്ഠകരം, അഭിമാനം അതാണ്. അങ്ങനെ ജീവിക്കാനാണ് ഒരു മുഅ്മിൻ ശ്രമിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. വഫഖനില്ലാഹു വഇയ്യാകും. ഹക്കീം ഇബ്നു ഹിസാം എന്ന ഈ മഹാനായ സഹാബിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നൽകുകയുണ്ടായി. സഫ്വാൻ ഇബ്നു ഉമയ്യ, അദ്ദേഹം മുസ്ലിം ആയിട്ടില്ലായിരുന്നു. അതുവരെ മുസ്ലിം ആകാതെ ആണ് ഹുനൈനിൽ മുസ്ലിമീങ്ങളുടെ കൂടെ പുറപ്പെട്ടത്. അദ്ദേഹം ഖുറൈശികളിൽ പെട്ട ആളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതായി ചരിത്രത്തിന്റെ കിതാബുകൾ കാണാം, എന്നെ ഒരു ഖുറൈശി ഭരിക്കുന്നതാണ്, എന്നൊരു സഖീഫ് ഗോത്രക്കാരൻ ഭരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം. ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിരുന്നു ചായ്വ്. സഖീഫ് ഗോത്രക്കാരോട് ഇഷ്ടമല്ല. സഖീഫുകാർ ആണ് ഹുനൈനിൽ എതിരാളികൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുറപ്പെട്ടു. അദ്ദേഹം പറയുന്നത് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് 100 ഒട്ടകങ്ങൾ നൽകി, വീണ്ടും 100. അദ്ദേഹം പറഞ്ഞത് കാണാം, അഅതാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഹുനൈൻ, ഹുനൈനിന്റെ നാളിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് നൽകി. വഇന്നഹു ലഅബ്ഗദു الناس ഇലൈ, എനിക്ക് ആ സമയത്ത് നബിയായിരുന്നു ഏറ്റവും ഇഷ്ടമില്ലാത്തയാൾ. പക്ഷേ ഫമാ സാല യുഅതീനി ഹത്താ സാറ വഇന്നഹു അഹബ്ബു الناس ഇലൈ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് തന്ന് നബിയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാൾ എന്ന അവസ്ഥ എത്തുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കണക്കില്ലാത്ത രൂപത്തിൽ ഒരുപാട് അവർക്ക് നൽകുകയുണ്ടായി. അങ്ങനെ ആളുകൾക്കിടയിൽ വാർത്ത വരക്കാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നവർക്കൊക്കെ വാരിക്കോരി കൊടുക്കുന്നു. ജനങ്ങളൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. അവരൊക്കെ അവിടെ തിരക്ക് കൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച് നബിയുടെ മുന്നിൽ തിരക്ക് കൂട്ടി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നോട്ട് പോയി ഒടുവിൽ ഒരു മുൾമരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി നബിയുടെ ശരീരം അവിടെ തട്ടി. നബിയുടെ തട്ടം അവിടെ കുടുങ്ങിപ്പോയി, ആ മരത്തിൽ കുടുങ്ങി.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്തൂനി റിദായി, എന്റെ തട്ടം നിങ്ങൾ എനിക്ക് തരൂ. ഫലൗ കാന അദദു ഹാദിഹിൽ ഇദാഹി നഅമൻ ലഖസംതുഹു ബൈനകും. ഈ മരത്തിലെ മുള്ളുകളുടെ അത്രയും എണ്ണം ഒട്ടകങ്ങൾ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ലഖസംതുഹു ബൈനകും, ഞാൻ നിങ്ങൾക്ക് വീതിച്ചു തന്നേനെ. ثم لا تجدوني بخيلا ولا كذوبا ولا جبانا. എന്നെ ഒരു പിശുക്കനായോ കളവ് പറയുന്ന ആളായോ ഒരു ഭീരുവായോ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ കഴിയുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കാരണം ശരീരം കൊണ്ട് ഒരാൾ ആളുകൾക്ക് ഉപകാരം ചെയ്യുക എന്നത് ഒരു തരം ഷജാഅത്താണ്, ധീരതയാണ്. സമ്പത്ത് കൊണ്ട് ഉപകാരം ചെയ്യുക എന്നത് കറമാണ്. ഇത് രണ്ടിന്റെയും വിപരീതമാണ് പിശുക്കും അതുപോലെ ഭീരുത്വവും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വദലഇ ദൈനി വഗലബത്തി റിജാൽ. ആ തേട്ടങ്ങളെല്ലാം അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ തേടിയ കാര്യങ്ങളെല്ലാം പരസ്പര ബന്ധമുള്ളതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. ഹം എന്നാൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുള്ള ആശങ്കയാണ്. ഹസൻ എന്നാൽ കഴിഞ്ഞുപോയ പ്രയാസത്തെക്കുറിച്ച് ഓർത്തുള്ള ദുഃഖമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ. അജ്സ് എന്നാൽ കഴിവില്ലായ്മയാണ്. കസൽ എന്നാൽ മടിയാണ്. എന്നാണ് രണ്ടും തമ്മിലുള്ള ബന്ധം. അജ്സ് ഉള്ളവൻ അവന് നന്മ ചെയ്യാൻ ഒരുപക്ഷെ താല്പര്യമുണ്ടാകും, പക്ഷേ അവൻ അതിന് സാധിക്കാത്തവനാണ്. കസൽ എന്ന് പറഞ്ഞാൽ അവൻ മടിയനാണ്. കഴിവുണ്ടാവും പക്ഷേ മടിയനാണ്. വൽ അജ്സ് വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ. ജുബ്ൻ എന്നാൽ ഭീരുത്വം. അതുള്ളവൻ തടികൊണ്ട് അവന്റെ തടികൊണ്ട് ആളുകൾക്ക് ഉപകാരം ഉണ്ടാവുകയില്ല. ബുഖൽ എന്നാൽ പിശുക്ക്. അതുള്ളവന്റെ സമ്പത്തുകൊണ്ട് ആളുകൾക്ക് ഉപകാരം ഉണ്ടാവുകയില്ല. ജുബ്ൻ വൽ ബുഖൽ വദലഇ ദൈൻ. ദലഇ ദൈൻ എന്ന് പറഞ്ഞാൽ കടം കൊണ്ട് പ്രയാസമുണ്ടാവുക. വഗലബത്തി റിജാൽ, ആളുകൾ മെക്കിട്ട് കയറുക. ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? കടം കൂടിയാൽ ആളുകൾ നമ്മോട് മോശമായി പെരുമാറും. മോശമായി പെരുമാറുന്നതിന് അവർക്കൊരു ന്യായമുണ്ട്. എന്നാൽ ഗലബത്തു റിജാൽ എന്ന് പറഞ്ഞാൽ ആളുകൾ വെറുതെ മെക്കിട്ട് കയറലാണ്, ഒരു ന്യായമില്ലാതെ. ഇതാണ് രണ്ടും തമ്മിലുള്ള ആ കോറയുടെ കാരണം. അതാണ് കടം ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അയാൾ നമ്മോട് എന്തെങ്കിലും പറഞ്ഞാൽ അയാൾക്ക് അതിന്റെ അവകാശമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വഇന്ന ലിസാഹിബിൽ ഹഖ്ഖി മഖാലൻ, വഇന്ന ലിസാഹിബിൽ ഹഖ്ഖി മഖാലൻ. കിട്ടാനുള്ളവന്, അവകാശമുള്ളവന് ചില വർത്താനം പറയാൻ അവകാശമുണ്ട്. മനസ്സിലായില്ലേ? കിട്ടാനുള്ളവന് ചില സംസാരം സംസാരിക്കാൻ അവകാശം. കാരണം ചില എന്നാലേ തരുള്ളൂ, അല്ലെ? അവരോട് വളരെ സോഫ്റ്റായി അങ്ങേയറ്റത്തെ സ്നേഹബന്ധമുള്ള ഒരാളോട് ചോദിക്കുന്നത് പോലെ ചോദിച്ചാൽ തരികയില്ല. ചില ആളുകൾ നിനക്ക് തരണമെങ്കിൽ നീ എന്ത് ചെയ്യേണ്ടി വരും? അതായത് കൊടുത്തത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ ചെയ്യേണ്ടി വരും. എന്താണ്? ഇല്ലാ മാ ദുംത അലൈഹി ഖായിമ, ഇല്ലാ മാ ദുംത അലൈഹി ഖായിമ. ബനൂ ഇസ്രായീലിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, നീ ഒരു കുമ്പാരം കൊടുത്താലും തിരിച്ചു തരുന്നവരവരുണ്ട്, എന്നാൽ ഒരു ദീനാറ് കൊടുത്താലും തിരിച്ചു തരാത്തവരുണ്ട്. ഇല്ലാ മാ ദുംത അലൈഹി ഖായിമൻ. നീ അവന്റെ അടുത്ത് ഒരേ നൃത്തം നിന്നാലല്ലാതെ, ഇപ്പം പോകുന്നിടത്തൊക്കെ വീട്ടിന്റെ മുറ്റത്തും ജോലി സ്ഥലത്തും എവിടെയാണ് ഇങ്ങനെ പോയി നിന്നാലല്ലാതെ തരാത്ത ആളുകളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് കാണാം. കടം കിട്ടാനുള്ളവൻ എന്തെങ്കിലും ഒരു കടുത്ത വാക്ക്, ഒരു മുസ്ലിം മുഅ്മിൻ അശ്ലീലം പറയുകയില്ല, വൃത്തികേട് പറയുകയില്ല. പക്ഷേ രൂക്ഷമായ ഒരു വാക്ക് ഒരാൾ ചിലപ്പോൾ അയാൾക്ക് കിട്ടാനുള്ളപ്പോൾ കൊടുക്കാതെ പറ്റിച്ചു നടക്കുന്നവനോട് ചിലപ്പോൾ പറയേണ്ടി വരും. മനസ്സിലായില്ല? അത് സ്വാഭാവികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലിസാഹിബിൽ ഹഖ്ഖി മഖാലൻ. കിട്ടാനുള്ളവന്, അവകാശമുള്ളവന് ചില വർത്തമാനം പറയാൻ അവകാശമുണ്ട് എന്ന്. നോക്കൂ, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയുണ്ടായി. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ നൽകിയതൊക്കെ ആർക്കാണ്? യഥാർത്ഥത്തിൽ കൊടുത്തതെല്ലാം അടുത്ത മുസ്ലിമീങ്ങളായവർക്കാണ്. അതുപോലെ ഇസ്ലാമിലേക്ക് വരാൻ അവരുടെ ഹൃദയം അടുപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. ഇതൊക്കെ എന്തിനാണ് സഹോദരങ്ങളെ? ഇതെല്ലാം ഒരു സമ്പത്തിന്റെ പേരിൽ അവൻ നരകത്തിന്റെ വഴിയിലേക്ക് പോകണ്ട എന്ന് കരുതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസീഹത്തും നബിയുടെ കാരുണ്യം കൊണ്ടാണ്. കാരണം ചിലർ ഇസ്ലാമിലേക്ക് കടന്നു വരും എന്തിനു വേണ്ടി? ദുനിയാവിനു വേണ്ടി.
ഇസ്ലാമിലേക്ക് ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വരും. പക്ഷെ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ഈമാനിന്റെ മധുരം നുകർന്നു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അവന് ദുനിയാവിനേക്കാളും അതിലുള്ള എല്ലാത്തിനേക്കാളും ഇഷ്ടം ഇസ്ലാമായിരിക്കും. ഒന്നിനു വേണ്ടിയും അവൻ അത് ഉപേക്ഷിച്ചു പോവുകയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? ദുനിയാവ് കൊടുത്ത് ദീനിലേക്ക് കൊണ്ടുവരും. അതിനെന്തു പറയും? മുദാറാത്ത് എന്ന് പറയും. മുദാറാത്ത് അത് നല്ല രീതിയാണ്. അതേസമയം മുദാഹന എന്നൊന്നുണ്ട്. അതെന്താണ്? അതിന്റെ നേരെ വിപരീതമാണ്. അത് തെറ്റാണ്. മുദാറാത്ത് വേറെ, മുദാഹനത്ത് വേറെ. എന്താണ് മുദാഹനത്ത്? അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ. നബിയെ അവരാഗ്രഹിക്കുന്നു താങ്കളൊന്ന് മായം ചേർത്തിരുന്നുവെങ്കിൽ, ഫയുദ്ഹിനൂൻ എങ്കിൽ അവരും മായം ചേർക്കും, അവർ നിന്നോടുള്ള ശത്രുത ഉപേക്ഷിക്കും. അത് എന്താണ്? അത് ദുനിയാവിന് വേണ്ടി ദീനിൽ മായം ചേർക്കലാണ്. മനസ്സിലായില്ലേ? ദുനിയാവിന് വേണ്ടി ദീൻ മയപ്പെടുത്തി കൊടുക്കലാണ്. അതേസമയം ദീനിലേക്ക് ആളുകൾ വരാൻ വേണ്ടി ദുനിയാവിനൊരു വിശാലത നൽകുക. മനസ്സിലായില്ലേ? നീ ഹറാം ഹലാലുകൾ പറഞ്ഞാൽ ആളുകൾ പാലിക്കാൻ വേണ്ടി ഹലാലിനൊരൽപ്പം വിശാലത കാണിച്ചു കൊടുക്കുക. അതെ, നിന്റെ വീട്ടുകാർ, കുട്ടികൾ, അവർ ഇത് ഹറാമാണ് എന്ന് പറയുമ്പോൾ മാറി നിൽക്കാൻ ഉള്ള വഴികളിലൊന്നാണ് എന്ത്? ബുദ്ധിയുള്ള ആളുകൾ സ്വീകരിക്കുന്ന വഴികളിലൊന്ന് അവർക്ക് അനുവദിക്കപ്പെട്ട കാര്യത്തിൽ ഒരൽപ്പം വിശാലത നൽകുക. അപ്പൊ ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കും, കണ്ടോ, അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ, ആ നന്മകൾ നന്നായി തരുന്ന ആളാണ്, അങ്ങനെ നൽകുന്ന ആളാണ് എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ. എന്നിട്ടാണ് ഇത് തെറ്റായതുകൊണ്ടാണ് എന്നോട് പാടില്ല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? മൂപ്പരെപ്പോൾ ഇതന്നെ, ഒന്നും പറ്റൂല, എല്ലാം പാടില്ലാത്തത് എന്നാളുകൾ വിചാരിക്കും. അതുകൊണ്ട് അനുവദിക്കപ്പെട്ട കാര്യത്തിൽ ഒരു വിശാലത നൽകുക എന്നത് ദീനിലേക്ക് ആളുകൾ അടുപ്പിക്കാനുള്ള ബുദ്ധിയുള്ളവർ സ്വീകരിക്കുന്ന വഴികളിലൊന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ നൽകിയത്. ഇങ്ങനെ വാരിക്കോരി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകി. അവർക്ക് ഇഷ്ടപ്പെട്ടത് സമ്പത്തായതുകൊണ്ട്. എന്തിനുകൊണ്ട്? അതിന്റെ പേരിൽ മാത്രം അവൻ കുഫറിലേക്ക് പോയി അവസാനം നരകത്തിൽ പോയി ചാടണ്ട. ഇപ്പോൾ ഇതിൽ സമാധാനിച്ചുകൊണ്ട് വരട്ടെ. എന്നിട്ട് പിന്നീട് ഇൻഷാ അല്ലാഹ് അള്ളാഹു അവരുടെ ദീനിൽ, അവരുടെ കൽബിൽ ഈ ദീനിനെ കുറിച്ചുള്ള സ്നേഹവും താല്പര്യവും എല്ലാം നൽകും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാരുണ്യം കൊണ്ട് കൊടുത്തത്. നബി കൂടുതൽ കൊടുത്തവരെക്കാൾ ഇഷ്ടം പലപ്പോഴും ആരെയായിരുന്നു? കുറച്ചു കൊടുത്തവരെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. നബി കൂടുതൽ നൽകിയവരെക്കാൾ പലപ്പോഴും നബിക്ക് ഇഷ്ടം ആരെയാണ്? കുറച്ചു കൊടുക്കും. കാരണം അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം, ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കുറച്ചു കൊടുത്തത്. അങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ അൻസാറുകൾ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കൊടുത്തില്ല എന്നാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്ര നാളും നബിയുടെ കൂടെ നിന്ന എല്ലാ പ്രയാസങ്ങളും സഹിച്ച ഈ ഖുറൈശികളോട് ഇത്രയും നാൾ യുദ്ധം ചെയ്ത ആളുകളാണവർ. എന്നിട്ട് അവർ ആരോടാണ് ഇത്ര നാൾ യുദ്ധം ചെയ്തത്? അവർ ഇസ്ലാമിലേക്ക് വന്നപ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വാരിക്കോരി കൊടുത്തു. യഥാർത്ഥത്തിൽ അതാണ് ശരി. പക്ഷേ അൻസാറുകളിലെ ചില പ്രായം കുറഞ്ഞ ചില ആളുകൾ പറഞ്ഞുപോയി, യഗ്ഫിറുല്ലാഹു ലിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, യുഅതി ഖുറൈശൻ വയത്രുകുന, ഖുറൈശികൾക്ക് ഒരുപാട് കൊടുക്കുന്നു, ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുകളഞ്ഞു. വസുയൂഫുന തഖ്തുറു മിൻ ദിമാഇഹിം, ഞങ്ങളുടെ വാളുകളിൽ നിന്ന് അവരുടെ ചോര ഇനിയും ഉറ്റിത്തീർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്രകാലം ഞങ്ങൾ യുദ്ധം ചെയ്തവരാണവർ എന്ന് അൻസാറുകളിൽ ചിലർ പറയുകയുണ്ടായി. ആ സമയത്താണ് ദുൽഖുവൈസിറ എന്നു പേരുള്ള ഖവാരിജികളുടെ തലവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് എന്ത് പറഞ്ഞത്? ഇഅ്ദിൽ യാ മുഹമ്മദ്, മുഹമ്മദ് നീതി പാലിക്കുക, നീതി പാലിക്കുക. നോക്കൂ നിങ്ങൾ, അവൻ ഖവാരിജികൾ എന്നറിയപ്പെടുന്ന പടപ്പുകളിൽ ഏറ്റവും മോശക്കാരായ മുസ്ലിമീങ്ങളെ കാഫിറാക്കുകയും അവരുടെ ഭരണാധികാരികളെ കാഫിറാക്കുകയും അവരോട് യുദ്ധം ചെയ്യുകയും ഒക്കെ ചെയ്ത ആളുകളുടെ ആദ്യ തലവനാണ്. അവൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഇഅ്ദിൽ യാ മുഹമ്മദ്, നീതി പാലിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യഅ്ദിൽ ഇല്ല അഅ്ദിൽ, ഞാൻ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി പാലിക്കുന്നത്? ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. ഖദ് ളലൽതു ഇദൻ വമാ അന മിനൽ മുഹ്തദീൻ, നീ പറയുന്നത് പോലെയാണെങ്കിൽ ഞാൻ വഴിപിഴ വെച്ചവനായി പോകും, ഞാൻ സന്മാർഗത്തിലാവുകയില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, നബി ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ സന്മാർഗത്തിലെങ്കിൽ പിന്നെ നീയും എന്റെ അനുയായിയാണെന്ന് പറഞ്ഞാൽ നീ എങ്ങനെ സന്മാർഗത്തിലാവും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അയാൾ പറഞ്ഞു, ഇന്ന ഹാദാ ഖിസ്മത്തുൻ മാ ഉരീദ ബിഹാ വജ്ഹുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി അല്ലാത്തൊരു വിധം വെപ്പാണ്, മറ്റൊന്നിനു വേണ്ടിയുള്ള
വീതം വെപ്പാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആരോടാണ് ഈ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ പിന്തിരിഞ്ഞു പോയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, നബിയെ അവന്റെ പിരടിക്ക് ഞാൻ വെട്ടട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട, ഇവന്റെ പിൻഗാമികളായി ചില ആളുകൾ വരും, അവർ ഖുർആൻ പാരായണം ചെയ്യും, പക്ഷേ തൊണ്ടക്കുടിയിലൂടെ താഴെ ഇറങ്ങുകയില്ല. അവരുടെ അടയാളങ്ങൾ പലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖവാരിജുകൾ അവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് താക്കീത് ചെയ്തു. ഇന്നും നോക്കൂ നിങ്ങൾ, എപ്പോഴും ഈ രൂപത്തിൽ മുസ്ലിം ഭരണാധികാരികളെ കാഫിറാക്കാനും അവരുടെ തിന്മകൾ ചികഞ്ഞു നടക്കാനും പോകുന്ന ആളുകളുടെ പ്രശ്നത്തിന്റെ കാമ്പ് നമുക്ക് ഈ ദുൽഖുവൈസറുടെ സംസാരത്തിൽ കാണാം. അവരുടെ പ്രശ്നത്തിന്റെ കാമ്പ് നമുക്ക് ഇവിടെ കാണാം. നീതി, നീതിയാണ്, നീതിക്കാരുണ്ട്, ഈ സംസാരം പൊതുവെ എപ്പോഴും അവർ പറയും. പക്ഷെ അവരുടെ നീതി യഥാർത്ഥത്തിൽ തലവരുന്ന നീതിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മസ്ലഹത്തിനു വേണ്ടി മുശ്രിക്കുകൾക്ക് കൊടുത്തത്, അതുപോലെ അപ്പോൾ ഇസ്ലാമിലേക്ക് വന്നവർക്ക് കൊടുത്തത്, ഭരണാധികാരി എന്ന നിലയിൽ ജനങ്ങളുടെ പൊതു നന്മക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ നീക്കുപോക്കുകൾ തിരിച്ചറിയാനുള്ള ബുദ്ധി അവരുണ്ടായില്ല. ഇക്കാലത്ത് അതന്നെ മനസ്സിലല്ലേ? ഭരണാധികാരികൾ എന്ന നിലയിൽ മസ്ലഹത്തിനു വേണ്ടി അവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടോ, മൊത്തം മുസ്ലിമുകളുടെ നന്മക്ക് വേണ്ടി, ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധി ഉണ്ടാവില്ല. ഇതേത് കാലത്തും ഈ വിഭാഗത്തിന്റെ സ്വഭാവമായിരിക്കും. ഏത് കാലത്തും ഈ വിഭാഗത്തിന്റെ സ്വഭാവം അതായിരിക്കും. അതിനിടയിലാണ് ദുൽഖുവൈസറ അവിടെ കടന്നു വന്നത്. ഖവാരിജുകളുമായി ബന്ധപ്പെട്ട വിഷയം അത് സുദീർഘമായി സംസാരിക്കേണ്ട വിഷയമാണ്. അതിലേക്ക് കൂടുതൽ ഈ സന്ദർഭത്തിൽ കടക്കുന്നില്ല. നോക്കൂ, എന്നാൽ അൻസാറുകളായ മഹാന്മാരായ സഹാബിമാരിൽ അവരിൽ ഈ പറഞ്ഞ പ്രായം ചെന്ന ചിലർ ദുൽഖുവൈസർ പറഞ്ഞതുപോലെയല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കുറെ കൊടുത്തു എന്ന രൂപത്തിൽ ഒരു പരിഭവം അവർ പരസ്പരം പറയുകയുണ്ടായി. അങ്ങനെ അവരിൽ ചിലർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, പ്രയാസഘട്ടങ്ങളിൽ ഞങ്ങളെയാണ് വിളിക്കുക, എന്നാൽ ഗനീമത്തൊക്കെ കിട്ടിയാൽ ഞങ്ങൾക്കല്ലാത്തവർക്കാണ് കൊടുക്കുക. ചില ആളുകൾ പറഞ്ഞു, ലഖിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതാ നബിയുടെ സ്വന്തം ആളുകളെ കിട്ടിയിരിക്കുന്നു. ഞങ്ങൾ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രക്കാരോ സ്വന്തക്കാരോ അല്ല, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തക്കാരായ ആളുകളെ കിട്ടി. ഈ രൂപത്തിൽ ചിലർ പറഞ്ഞു. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അൻസാറുകളിലെ ഖസർജ് ഗോത്രത്തിന്റെ നേതാവാണ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു കൊടുത്തു, ഇത് അൻസാറുകളായ ആളുകൾ നബിയെ ഇങ്ങനെ താങ്കൾ വീതം വെച്ചു കൊടുത്തതുകൊണ്ട് അവർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അൻസാറുകൾക്കൊന്നും കിട്ടിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു ഉബാദയോട് ചോദിച്ചു, ഫഅയ്ന അൻത മിൻ ദാലിക യാ സഅദ്, സഅദ് നിനക്കെന്താണ് പറയാനുള്ളത്? ആളുകൾ ഇങ്ങനെ പറഞ്ഞു, നിനക്കെന്താണ് പറയാനുള്ളത് സഅദ് എന്ന് ചോദിച്ചപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറയാ, റസൂലല്ലാഹ് മാ അന ഇല്ല ഇംറഉ മിൻ ഖൗമി, ഞാൻ എന്റെ ഖൗമിൽ ഒരാൾ മാത്രമാണ് എന്ന് സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫജ്മഅ ലീ ഖൗമക്, എങ്കിൽ നീ നിന്റെ ആളുകളെ ഒക്കെ എനിക്ക് വേണ്ടി വിളിച്ചു കൂട്ടുക. അങ്ങനെ അൻസാറുകളെ സഅദ് റളിയല്ലാഹു അൻഹു വിളിച്ചു കൂട്ടുക, അൻസാറുകളെ മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അരികിലേക്ക് ചെന്നു, അല്ലാഹുവിനെ സ്തുതിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, യാ മഅശറൽ അൻസാർ, വൻസാറുകളെ, മാ ഖാലത്തുൻ ബലഗത്നി അൻകും വജിദത്തുൻ വജദ്തുമൂഹാ ഫീ അൻഫുസികും, എന്താണ് നിങ്ങൾ ചില വർത്തമാനങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ കേട്ടല്ലോ, നിങ്ങൾക്കൊരു പ്രയാസമുണ്ടായി എന്ന് ഞാൻ അറിഞ്ഞല്ലോ. അലം ആതികും ദുല്ലാലൻ ഫഹദാകുമുല്ലാഹ്, നിങ്ങൾ വഴികേടിലായിരിക്കെ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരികയും അത് കാരണത്താൽ അള്ളാഹു നിങ്ങളെ ഹിദായത്തിലാക്കുകയും ചെയ്തിട്ടില്ലേ? വമുതഫർരിഖീന ഫഅല്ലഫകുമുല്ലാഹു ബി, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു, ഞാൻ വന്ന് അത് മുഖേന അള്ളാഹു നിങ്ങളെ യോജിപ്പിച്ചില്ലേ? വആലതൻ ഫഅഗ്നാകുമുല്ലാഹു ബി, നിങ്ങൾ ദരിദ്രരായിരുന്നു, അള്ളാഹു ഞാൻ മുഖേന നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പത്തും നൽകിയില്ലേ? ഖാലു ബലില്ലാഹു വറസൂലുഹു അമന്നു അഫ്ദൽ, അവർ പറഞ്ഞു, ശരിയാണ്, അള്ളാഹും അവന്റെ റസൂലും അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠനാണ്, അവന്റെ റസൂൽ ശ്രേഷ്ഠനാണ്. അള്ളാഹു ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഉപകാരങ്ങൾ നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അലാ തുജീബൂനനി യാ മഅശറൽ അൻസാർ,
അൻസാറുകളെ, ഞാൻ പറഞ്ഞതിന് മറുപടിയായി പ്രതിവാദം, അത് മറുപടിയായ വാദങ്ങൾ നിങ്ങൾ പറയുന്നില്ലേ? അൻസാറുകൾ ചോദിച്ചു, വബിമാദാ നുജീബുക യാ റസൂലല്ലാഹ്, എന്ത് മറുപടി പറയാനാണ് നബി? നബി പറഞ്ഞതിന് ഒരു പ്രതിവാദം എന്ന നിലയ്ക്ക് എന്ത് പറയാനാണ്? അള്ളാഹുവാണ് ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞത്, പിന്നീട് അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഞങ്ങൾക്ക് ഉപകാരങ്ങൾ നൽകിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അമ്മാ വല്ലാഹി ലൗ ശിഅ്തും ലഖുൽതും, അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ഇങ്ങനെ മറുപടി പറയാം, ലസദഖ്തും വസുദ്ദിഖ്തും, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കും, നിങ്ങൾ പറയുന്ന ആളുകൾ ശരിവെക്കുകയും ചെയ്യും. എന്താണ്? അതൈതനാ മുകദ്ദബൻ ഫസദ്ദഖ്നാക, ആരും സത്യപ്പെടുത്താനില്ലാതെ എല്ലാവരും നിഷേധിക്കുന്ന അവസ്ഥയിൽ നബിയെ നിങ്ങൾ ഞങ്ങളുടെ അരികിലേക്ക് വന്നപ്പോൾ ഞങ്ങളാണ് നിങ്ങളെ സത്യപ്പെടുത്തിയത്, വിശ്വസിച്ചത്. വമഖ്ദൂലൻ ഫനസർനാക, ആരും സഹായിക്കാനില്ലാത്തവനായി വന്നപ്പോൾ ഞങ്ങളാണ് സഹായിച്ചത്. വതരീദൻ ഫഅവൈനാക, എല്ലാവരും ആട്ടിയകറ്റിയപ്പോൾ ഞങ്ങളാണ് അഭയം നൽകിയത്. വആയിലൻ ഫഅഗ്നൈനാക, ദരിദ്രനായി വന്നപ്പോൾ ഞങ്ങളാണ് സമ്പത്ത് നൽകി എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് പറയാം, പറഞ്ഞാൽ അത് ശരിയാണ്, നിങ്ങൾ ആളുകൾ ശരിവെക്കുകയും ചെയ്യും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കാൻ, അവജിത്തും ഫി അൻഫുസികും യാ മഅശറൽ അൻസാർ ഫീ ലുആഅത്തിൻ മിനദ് ദുനിയ തഅല്ലഫ്തു ബിഹാ ഖൗമൻ ലിയുസ്ലിമു വവക്കൽതുകും ഇലാ ഇസ്ലാമികും. ഹേ അൻസാറുകളെ, എന്താണ് നിങ്ങൾ ദുനിയാവിന്റെ ഒരു വിഭവം, ദുനിയാവിലെ ഈ ആടും ഒട്ടകവും ഇതൊക്കെ ഞാൻ ആളുകൾക്ക് കൊടുത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് പ്രയാസം തോന്നുകയാണോ? മുസ്ലിം ആകാൻ വേണ്ടി ഞാൻ അവർക്ക് കൊടുത്തതിന് ഞാൻ നിങ്ങളുടെ ഇസ്ലാമിലേക്ക് ഏൽപ്പിച്ചു വിട്ടു, നിങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് വിചാരിച്ച് ഞാൻ വിട്ടു, അതിൽ നിങ്ങൾക്ക് പ്രയാസം തോന്നുകയാണ്. അഫലാ തർദൗന യാ മഅശറൽ അൻസാർ അയ്യദ്ഹബ അന്നാസു ബിശ്ശാതി വൽ ബഈർ വതർജിഊന ബിറസൂലില്ലാഹി ഫീ റിഹാലികും. അൻസാറുകളെ, നിങ്ങൾക്ക് തൃപ്തിയില്ലേ ആളുകൾ ആടും ഒട്ടകവുമൊക്കെ കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോവുക, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെയും കൂട്ടി നിങ്ങളുടെ വീടുകളിലേക്ക് പോവുക? നിങ്ങൾക്ക് തൃപ്തിയില്ലേ? ഫവല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലൗലൽ ഹിജ്റതു ലകുൻതു ഇംറഅൻ മിനൽ അൻസാർ, ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അൻസാറുകളിൽ ഒരുവനായേനെ. വലൗ സലക الناس شعبا وسلكت الانصار شعبا لسلكت شعب الانصار, ജനങ്ങളെല്ലാം ഒരു താഴ്വരയും അൻസാറുകൾ മറ്റൊരു താഴ്വരയും വഴിയായി സ്വീകരിച്ചാൽ ഞാൻ അൻസാറുകളുടെ താഴ്വാരത്തിലൂടെയാകും സഞ്ചരിക്കുക. ഫൽ അൻസാറു ശിആർ വന്നാസു ദിഥാർ, അൻസാറുകൾ ഷിആറാണ്, ജനങ്ങൾ ദിഥാറാണ്. ഷിആർ എന്നാൽ ശരീരത്തിനോട് ചേർന്ന് ഉടുക്കുന്ന വസ്ത്രമാണ്, ദിഥാർ അതിന്റെ മുകളിൽ ഉടുക്കുന്ന വസ്ത്രമാണ്. അല്ലാഹുമ്മ അർഹമിൽ അൻസാർ വഅബ്നാഅൽ അൻസാർ വഅബ്നാഅ അബ്നാഇൽ അൻസാർ, അല്ലാഹു അൻസാറുകൾക്ക് നീ റഹ്മത്ത് ചൊരിയണമേ, അവരുടെ മക്കൾക്കും അവരുടെ മക്കളുടെ മക്കൾക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ അൻസാറുകൾ എല്ലാവരും അവരുടെ താടികൾ നനയുവോളം കരയുകയാണ്. അവർ പറഞ്ഞു, റദീന ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്മൻ വഹദ്ദൻ, അല്ലാഹുവിന്റെ റസൂലിനെ മതി ഞങ്ങൾക്ക് ഓഹരിയായിക്കൊണ്ട്, ഞങ്ങളുടെ നസീബായി ഞങ്ങൾക്ക് ലഭിക്കുന്ന പങ്കായി അല്ലാഹുവിന്റെ റസൂലിനെ ഞങ്ങൾക്ക് മതി എന്ന് അവർ പറയുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുകൊണ്ടാണ് അവർക്ക് നൽകാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നി ഉഅതി ഖൗമൻ അഖാഫു ളലഅഹും വജസഅഹും, ചിലർക്ക് ഞാൻ കൊടുക്കും, ഞാൻ അവരുടെ വെപ്രാളവും അവരുടെ ആർത്തിയും ഒക്കെ പേടിച്ചിട്ടാണ് കൊടുക്കുന്നത്. വഅഖിലു അഖ്വാമൻ ഇലാ മാ ജഅല അല്ലാഹു ഫീ ഖുലൂബിഹിം മിനൽ ഖൈരി വൽ ഗിന, മറ്റു ചിലർക്ക് ഞാൻ കൊടുക്കാതിരിക്കും. എന്തുകൊണ്ടാണ്? അള്ളാഹു അവരുടെ ഹൃദയത്തിൽ നന്മ വെച്ചിട്ടുണ്ട്, അവർക്ക് ഐശ്വര്യം അള്ളാഹു അവരുടെ ഹൃദയത്തിൽ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കൊടുക്കാത്തതാണ്. മിൻഹും അംർ ഇബ്നു തഗ്ലിബ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരിൽ ഒരാളെ അക്കൂട്ടരിൽ എണ്ണി പറയുകയാണ്, അംർ ഇബ്നു തഗ്ലിബ് എന്നു പേരുള്ള സഹാബിയെ. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അംർ ഇബ്നു തഗ്ലിബ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ ഇതേക്കുറിച്ച് പറയുകയുണ്ടായി, മാ ഉഹിബ്ബു അന്നലി ബികലിമത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുംറൻ നഅം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വാക്കിന് പകരം ചുവന്ന ഒട്ടകങ്ങൾ എനിക്ക് ലഭിച്ചാൽ അതല്ല എനിക്കിഷ്ടം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്കാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാതെ വിടുന്ന ആളുകൾ ആർക്കാണ് ഞാൻ കൊടുക്കാതെ വിടുന്നത്? ഹൃദയത്തിൽ നന്മയുള്ള, ഹൃദയത്തിൽ അള്ളാഹു ഐശ്വര്യം നൽകിയിട്ടുള്ള ആളുകൾക്കാണ്, ഈമാൻ അത്രയും ഉറച്ചിട്ടുള്ളവർ. അവരിൽ ഒരാളാണ് അംർ ഇബ്നു തഗ്ലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രശംസ ഈ മഹാനായ സഹാബിക്ക് ലഭിക്കുകയുണ്ടായി. ഇങ്ങനെ നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ ഹുനൈനിലെ യുദ്ധമുതലുകൾ ആ രൂപത്തിലാണ് വിഹിതം വെച്ചത്. അങ്ങനെ
ജറാനയിൽ വെച്ച് അവർക്ക് വീതം വെച്ചതിനു ശേഷം അതാ ഹവാസിൻ ഗോത്രക്കാർ അവരിലെ പ്രതിനിധികളായ ചില ആളുകൾ വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക്. അവർ ഖേദിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു എന്നറിയിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കാത്തിരുന്നിരുന്നു. ഒരു വരുന്ന് വിചാരിച്ചതൊന്നും വിഹിതം വെക്കാതെ നിന്നിരുന്നു. പക്ഷേ അതിനുശേഷമാണ് അവർ വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ചു തരാം, പക്ഷെ ഇനി ഏതെങ്കിലും ഒന്നേ തിരിച്ചു തരാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ സമ്പത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ബന്ദികളായി അടിമകളായി പിടിക്കപ്പെട്ട ആളുകൾ, രണ്ടിലേതു വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അവരാലോചിച്ചു. അവർക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് മാത്രമേ തിരിച്ചു നൽകുകയുള്ളൂ. ഒടുവിൽ അവർ അവരുടെ കൂട്ടത്തിൽ നിന്ന് ബന്ദികളായി അടിമകളാക്കി പിടിക്കപ്പെട്ട ആളുകളെ തിരിച്ചു തരണം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നൽകുകയുണ്ടായി. ഇതാണ് ഹുനൈൻ യുദ്ധവും അതുപോലെ തായിഫ് യുദ്ധവും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും. ഈ കൂട്ടത്തിൽ നേരത്തെ ഹുനൈനിൽ അവരുടെ നേതാവായിരുന്ന മാലിക് ഇബ്നു ഔഫ് ഇതോടെ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ഒരാളായി മാറി റളിയല്ലാഹു അൻഹു വഅർദാഹ്. ഇനി നമ്മൾ വായിച്ചു വരുന്ന ഉർജൂസ മിഇയയിലെ അടുത്ത ഒരു വരി ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ وبعد في ذي القعدة اعتماره من الجعرانة واستقراره. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന് ജറാനയിൽ വെച്ച് അവിടെ ഇഹ്റാം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള ഉംറയാണ്. ജറാന എന്ന സ്ഥലത്ത് വെച്ച് ഇഹ്റാം കെട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ഉംറ ചെയ്ത് തിരിച്ചു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ 4 ഉംറകളിൽ ഒന്ന് ഇതാണ്, ജറാനയിൽ വെച്ചുള്ള ഉംറയാണ്. ആദ്യത്തെ ഉംറ ഹുദൈബിയ സന്ധി ഉണ്ടായ ഉംറയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ പ്രവേശിക്കാനും തവാഫ് ചെയ്യാനും സാധിച്ചിട്ടില്ല എങ്കിൽ കൂടി അവർ അതിനു പകരം ബലിയറുത്ത് പൂർത്തിയാക്കിയതോടെ അത് പരിപൂർണമായ ഒരു ഉംറ തന്നെയാണ്. അത് ദുൽഖഅദ മാസത്തിലായിരുന്നു. രണ്ടാമത്തെ ഉംറ തൊട്ടടുത്ത വർഷം, അതിന് ഉംറത്തുൽ ഖദിയ എന്ന് പറയും. അഥവാ ഹുദൈബിയയിലെ സന്ധി പ്രകാരം രണ്ടാമത്തെ വർഷം ഉംറ ചെയ്യാം എന്ന് ആ കരാറിലുണ്ടായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പിറ്റത്തെ വർഷം ഉംറ നിർവഹിച്ചു. ഉംറത്തുൽ ഖദിയ അല്ലെങ്കിൽ ഉംറത്തുൽ ഖദാ എന്നൊക്കെയാണ് അതിന് പറയുക. അതും ദുൽഖഅദ മാസത്തിലാണ്. മൂന്നാമത്തെ ഉംറ ഇതാണ്, ജറാനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഉംറ. ഇതും ദുൽഖഅദ മാസത്തിലായിരുന്നു. നാലാമത്തെ ഉംറ അത് നബിയുടെ ഹജ്ജിന്റെ കൂടെയുള്ള ഉംറയാണ്. ദുൽഖഅദയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ദുൽഖഅദയുടെ അവസാനം പുറപ്പെട്ടു. ദുൽഹിജ്ജ മാസം പ്രവേശിച്ചപ്പോൾ മക്കയിലെത്തി ഹജ്ജിനോട് ഒരുമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉംറ നിർവഹിച്ചു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉംറ എല്ലാം ദുൽഖഅദയിലാണ്. ഹജ്ജിന്റെ കൂടെ നിർവഹിച്ച ഉംറ ഒഴികെ അത് ദുൽഹിജ്ജ മാസം തൊട്ടടുത്ത മാസത്തിൽ. നോക്കൂ, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ യുദ്ധത്തിലെ ഗനീമത്തെല്ലാം വീതം വെച്ചതിന് ശേഷം ഉംറക്ക് പുറപ്പെട്ടു. രാത്രിയായിരുന്നു ഉംറക്ക് പോയത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി തന്നെ ഉംറ പൂർത്തിയാക്കി തിരിച്ചു പോരുകയും ചെയ്തു. അതുകൊണ്ട് സഹാബിമാരിൽ അല്ലെങ്കിൽ ചില ആളുകൾക്ക് ആ ഉംറയെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി തന്നെ പോവുകയും എന്നിട്ട് രാത്രി തന്നെ ഉംറ ചെയ്ത് തിരിച്ചു വരികയും ചെയ്യുകയുണ്ടായി എന്നതുകൊണ്ട്. അതിനുശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു പോവുകയുണ്ടായി. ഈ ഉംറ കൂടി നിർവഹിച്ചു. മക്ക ഫത്ഹ് കഴിഞ്ഞു, അതുപോലെ ഹുനൈൻ യുദ്ധം കഴിഞ്ഞു, തായിഫ് യുദ്ധം കഴിഞ്ഞു, ജറാനിൽ വെച്ചുള്ള ഉംറ നിർവഹിച്ചു. അതിനുശേഷം ഹിജ്റ 8ാമത്തെ വർഷം അവസാനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു പോവുകയുണ്ടായി. അടുത്ത വരി ശ്രദ്ധിക്കുക. وبنته زينب ماتت ثم مولد إبراهيم فيها حتما. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 2 സംഭവങ്ങളാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹ അവരുടെ മരണവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിമിന്റെ ജനനവും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബ് ഹിജ്റ 8ാമത്തെ വർഷം, ഈ വർഷം ഈ
ഫത്ഹ് മക്ക ഒക്കെ നടന്ന വർഷമായിരുന്നു വഫാത്തായത്, അവർ മരണപ്പെട്ടത്. അവരുടെ ഭർത്താവ് അബുൽ ആസ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ആയിരുന്നു. നേരത്തെ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഏതാണ്ട് 30 വയസ്സ്, ഏതാണ്ട് അതിനോടടുപ്പിച്ച് പ്രായം അവർക്ക് ഉണ്ടായിരുന്നു മരണപ്പെടുന്ന സമയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെല്ലാം നബിയുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു, ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെ. ഫാത്തിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം 6 മാസത്തോളം ജീവിച്ചു. ശേഷം അവരും മരണപ്പെട്ടു റളിയല്ലാഹു അൻഹ. ഇതിൽ ആൺമക്കൾ 3 പേരും ചെറിയ പ്രായത്തിൽ പ്രായപൂർത്തിയെത്തുന്നതിന് മുൻപ് തന്നെ മരണപ്പെട്ടു. അൽ ഖാസിം, അബ്ദുള്ള, ഇബ്രാഹിം, ഈ 3 ആൺമക്കളും. പെൺമക്കൾ എല്ലാവരും പ്രായപൂർത്തിയെത്തുന്നതുവരെ ജീവിക്കുകയും പ്രായപൂർത്തി എത്തുന്ന കാലവും അതിനുശേഷവും ജീവിക്കുകയും മദീനയിലേക്ക് ഹിജറ വരികയും ഒക്കെ ചെയ്തവരാണ്. അവരെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മരണപ്പെട്ടു, ഫാത്തിമ ഒഴികെ. 3 പെൺമക്കൾ, സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഈ 3 പെൺമക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മരണപ്പെട്ടു. ഫാത്തിമ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമാണ് മരണപ്പെട്ടത്. നബിയുടെ 7 മക്കൾ, 3 പേർ ആൺമക്കളാണ്, 4 പേർ പെൺമക്കളാണ്. അൽ ഖാസിം, അബ്ദുള്ള, ഇബ്രാഹിം, അതുപോലെ സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ, 4 പെൺമക്കൾ. ഇതിൽ സൈനബിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സൈനബിന് ഉമാമ എന്നു പേരുള്ള മകളുണ്ടായിരുന്നു. അബുൽ ആസ് ബിൻ റബീഇൽ അവർക്ക് സൈനബിന് ഉമാമ എന്നു പേരുള്ള മകളുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോഴെല്ലാം ചുമലിൽ എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു എന്ന് പറയുന്നത് ഈ ഉമാമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഉമാമയെ. അവരെ പിന്നീട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമയുടെ വഫാത്തിന് ശേഷം വിവാഹം ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ മകളായ ഉമാമയെ പിന്നീട് അലി ഇബ്നു അബി ത്വാലിബ് ഫാത്തിമയുടെ മരണത്തിനു ശേഷം വിവാഹം ചെയ്തിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമയുടെ മരണശേഷമാണ് പിന്നീട് വിവാഹം കഴിച്ചത്. സൈനബിന് മറ്റൊരു മകൻ കൂടി ഉണ്ടായിരുന്നു. അലി എന്നായിരുന്നു ആ മകന്റെ പേര്. അലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ പ്രായപൂർത്തിയെത്തുന്നതിന് മുൻപ് മരണപ്പെട്ടിരുന്നു. സൈനബിന്റെ മകനായ അലി. സൈനബിന് 2 മക്കളുണ്ടായിരുന്നു, ഒന്ന് ഉമാമ, മറ്റൊന്ന് അലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് മരണപ്പെട്ട സമയത്ത് അവരെ കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉമ്മ അത്തിയ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്ത ഒരു ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചത് നമുക്ക് കാണാം. ഉമ്മ അത്തിയ റളിയല്ലാഹു അൻഹ പറയുന്നു, ലമ്മ മാതത് സൈനബു ബിൻതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബ് മരണപ്പെട്ടപ്പോൾ ഖാല ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞു, ഇഗ്സിൽനഹാ വിത്രൻ, ഒറ്റയായി കൊണ്ട് നിങ്ങൾ അവളെ കുളിപ്പിക്കുക. അവർ വഫാത്തായതിനു ശേഷം അവരുടെ ജനാസ കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഗ്സിൽനഹാ വിത്രൻ സലാസൻ ഔ ഖംസൻ, അവരെ നിങ്ങൾ ഒറ്റയായ എണ്ണത്തിൽ കുളിപ്പിക്കുക, 3 5 ആയിക്കൊണ്ട്. വജഅൽന ഫിൽ ഖാമിസതി കാഫൂറൻ, അവസാനത്തെ തവണ നിങ്ങൾ കാഫൂർ എന്നാൽ കർപ്പൂരം, അത് നിങ്ങൾ ചേർക്കുക. ഫഇദാ ഗസൽതുന്നഹാ ഫഅലിംനനി, കുളിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിവരം അറിയിക്കുക. കുളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വിവരം അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഉടുത്തിരുന്ന മുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പുതപ്പിക്കാൻ വേണ്ടി നൽകുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരത്തോട് ചേർന്ന് നിന്ന ആ വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളെ കഫൻ ചെയ്യാൻ നൽകി. നബിയുടെ ശരീരം അത് ബറക്കത്തുള്ള ശരീരമാണ്, ബാക്കിയുള്ളവരുടെ ശരീരം പോലെയല്ല. ബാക്കി നബി അല്ലാത്ത ആരുടെ ശരീരം കൊണ്ടോ വിയർപ്പ് കൊണ്ടോ ഉമിനീര് കൊണ്ടോ ഒന്നും ബറക്കത്ത് സ്വീകരിക്കുക എന്നത് പാടില്ലാത്തതാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിനും അവിടുത്തെ ഉമിനീരിനും അവിടുത്തെ വിയർപ്പിനുമെല്ലാം പ്രത്യേകതയുണ്ട്. അത് സഹിഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ശേഷം ഇവിടെ പറഞ്ഞത് ഇബ്രാഹിമിന്റെ ജനനമാണ്. ഹിജ്റ 8ാമത്തെ വർഷം തന്നെയായിരുന്നു ഇബ്രാഹിം ജനിച്ചത്. മാരിയ റളിയല്ലാഹു അൻഹയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബ്രാഹിം ജനിച്ചത്. മദീനയിലെ ആലിയ എന്നറിയപ്പെടുന്ന മുകൾ ഭാഗത്തുള്ള സ്ഥലത്താണ് മാരിയയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
താമസിപ്പിച്ചിരുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന് അവരിൽ ഇബ്രാഹിം എന്ന മൂന്നാമത്തെ ആൺകുട്ടി ജനിച്ചു. ബാക്കി രണ്ടുപേർ നേരത്തെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിന് ഇബ്രാഹിം എന്ന് പേര് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഉലിദ ലി അല്ലൈലത ഗുലാം ഫസമ്മൈതുഹു ബിസ്മി അബി ഇബ്രാഹിം. ഉലിദ ലി അല്ലൈലത ഗുലാം, ഇന്ന് രാത്രി എനിക്കൊരു മകൻ പിറന്നിരിക്കുന്നു. ഫസമ്മൈതുഹു ബിസ്മി അബി ഇബ്രാഹിം, ഞാൻ അതിന് എന്റെ പിതാവിന്റെ പേര് നൽകി, അഥവാ ഇബ്രാഹിം എന്ന് പേര് നൽകുകയുണ്ടായി. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാക്കളിൽ ഒരാളാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയാണ് യാക്കൂബ് നബിയുടെ, ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ്, യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. അവരാണ് ബനു ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്. ബാക്കി നബിമാർ മുസാ നബിയും അതുപോലെ സക്കരിയ, യഹ്യ, അയ്യൂബ്, ഈസ തുടങ്ങിയ ധാരാളക്കണക്കിന് നബിമാർ അവരിലാണ്. എന്നാൽ ഇസ്മായിൽ നബിയുടെ പരമ്പരയാണ് അറബികൾ, അവരിലാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. ആ അർത്ഥത്തിൽ നമ്മുടെ റസൂലിന്റെ പിതാവാണ് ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് മിഅ്റാജിന്റെ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിമാരെ കാണുകയുണ്ടായി. ഒന്നാമത്തെ ആകാശത്തിൽ ആദം നബിയെ കണ്ടു, രണ്ടാമത്തെ ആകാശത്തിൽ ഈസാ നബിയെയും യഹ്യാ നബിയെയും കണ്ടു, ഈസാ നബിയെയും യഹ്യാ നബിയെയും കണ്ടു. മൂന്നാമത്തെ ആകാശത്തിൽ യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ടു. നാലാമത്തെ ആകാശത്തിൽ ഇദ്രീസ് നബിയെ കണ്ടു. അഞ്ചാമത്തെ ആകാശത്തിൽ ഹറൂൻ നബിയെ കണ്ടു. ആറാമത്തെ ആകാശത്തിൽ മൂസാ നബിയെ കണ്ടു. ഏഴാമത്തെ ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു. ഇതിൽ നബിമാർ എല്ലാം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ പറയുന്നത് എന്താണ്? മർഹബൻ ബിൽ അഖിസ് സാലിഹ് വൻ നബി സാലിഹ്. മർഹബൻ ബി അൽ അഖിസ് സാലിഹ് വൻ നബി സാലിഹ്. സാലിഹായ ഞങ്ങളുടെ സഹോദരന് സ്വാഗതം, സാലിഹായ ശ്രേഷ്ഠനായ സുഹൃതവാനായ നബിക്ക് സ്വാഗതം. രണ്ട് നബിമാർ ഇതല്ല പറഞ്ഞത്. ആദം നബി ഇബ്രാഹിം നബിയും കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? മർഹബൻ ബിൽ ഇബ്നി സാലിഹ് വൻ നബി സാലിഹ്. സാലിഹായ ഞങ്ങളുടെ മകന് സ്വാഗതം, സാലിഹായ നബിക്ക് സ്വാഗതം. ഇതാരാണ് പറഞ്ഞത്? ആദം നബിയും പിന്നെ ഇബ്രാഹിം നബിയും. ആദം നബി മനുഷ്യരുടെ മുഴുവൻ പിതാവാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവാണ്. നേർക്ക് നേരെ നസബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവാണ്. അതേസമയം മുഅ്മിനുകളുടെ മുഴുവൻ ആദർശ പിതാവാണ് ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം, സംശയമില്ല. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു എന്തു പറഞ്ഞത്? മില്ലത അബീകും ഇബ്രാഹിം, മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് എന്ന് പറഞ്ഞത്. മുഅ്മിനുകളുടെ മുഴുവൻ ആദർശ പിതാവാണ്, തൗഹീദിന്റെ നേതാവാണ് ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം. ആ അർത്ഥത്തിൽ മുഅ്മിനുകളുടെ മുഴുവൻ പിതാവാണ് ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞ് ജനിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ പേര് ഈ കുഞ്ഞിന് ജനിച്ചിരിക്കുന്നു, ഈ കുഞ്ഞിന് ഇട്ടിരിക്കുന്നു. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാത്രി ജനിച്ചു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് വേണമെങ്കിൽ കുട്ടികൾക്ക് ജനിച്ച അന്ന് തന്നെ പേരിടാം, യാതൊരു തകരാറുമില്ല. മനസ്സിലായില്ലേ? ജനിച്ച അന്ന് തന്നെ കുട്ടിക്ക് പേരിടാമോ? പേരിടാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ഉലിദ ലി അല്ലൈലത ഗുലാം, ഈ രാത്രി എനിക്കൊരു കുഞ്ഞ് പറഞ്ഞു. സമ്മൈതുഹു ബിസ്മി അബി ഇബ്രാഹിം, എന്റെ പിതാവായ ഇബ്രാഹിമിന്റെ പേര് ഞാൻ ഈ കുഞ്ഞിനിട്ടിരിക്കുന്നു. അതുപോലെ ഏഴാമത്തെ ദിവസം പേരിടാം. ആദ്യത്തെ ദിവസം ഇടാം, ഏഴാമത്തെ ദിവസം പേരിടാം. അത് നിർബന്ധമുള്ള കാര്യമല്ല. ഏത് ദിവസം ഒരാൾ പേര് വിളിച്ചാലും അതിൽ തെറ്റൊന്നുമില്ല, അതിൽ തെറ്റില്ല. ആ ദിവസങ്ങളുടെ കണക്ക് കൂടുതൽ ശ്രേഷ്ഠം എന്ന നിലക്ക് നമ്മൾ പാലിക്കുക ഖൈറാണ്. അതേസമയം ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി, ഒരാളെന്തെങ്കിലും അശ്രദ്ധയിലായിപ്പോയി, കുഴപ്പമൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇതിന് എന്റെ പിതാവിന്റെ പേര് ഇബ്രാഹിം എന്ന് വിളിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അറബികളുടെ പതിവ് അനുസരിച്ച് കുഞ്ഞിനെ പിന്നീട് പാലൂട്ടാൻ വേണ്ടി മറ്റൊരു കുടുംബത്തിന് നൽകുകയുണ്ടായി. അബൂ സൈഫ് എന്നറിയപ്പെട്ടിരുന്ന ഒരു കൊല്ലനുണ്ടായിരുന്നു, ഇരുമ്പ് പണിയെടുക്കുന്ന ഒരാൾ. അയാളുടെ ഭാര്യ ഉമ്മു സൈഫ്, അവരായിരുന്നു ഇബ്രാഹിമിന് മുല കൊടുത്തിരുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞിനെ ഉമ്മു സൈഫ് എന്നു പേരുള്ള ഒരു കൊല്ലനായിരുന്നു ഒരാളുടെ ഭാര്യയ്ക്ക് നൽകുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് കുഞ്ഞിനെ കാണാൻ വേണ്ടി പോകും. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബിയുടെ പിന്നാലെ പോകും. ഫന്തഹൈന ഇലാ അബി സൈഫ്, അബൂ സൈഫിന്റെ വീട്ടിലെത്തി. വഹുവ യൻഫുഖു ബികീരിഹി, അയാൾ തന്റെ ഉലയിൽ ഊതുകയാണ്. ഖദിം തല അൽ ബൈതു ദുഖാർ, വീടൊന്നാകെ പുകയാണ്.
വീടൊന്നാകെ ഇയാളുടെ ജോലി കൊണ്ട് പുക മൂടിയിരിക്കുകയാണ്. ഫഅസ്റഅതുൽ മശ്യ ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ വേഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നേ നടന്നു. എന്നിട്ട് പറഞ്ഞു, യാ അബൂ സൈഫ് അംസിക്, നിർത്ത് ഊത്ത് നിർത്ത്. ജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അല്ലാഹുവിന്റെ റസൂൽ വന്നിരിക്കുന്നു. ഫഅംസക്, അദ്ദേഹം ഉലയിൽ ഊതുന്നത് നിർത്തി. ഫദഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞിനെ എടുക്കാൻ പറഞ്ഞു. ഫദമ്മഹു ഇലൈഹി വഖാല മാ ഷാ അല്ലാഹു അൻ യഖൂൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞിനെ ശരീരത്തോട് ചേർത്ത് വെക്കുകയും എന്നിട്ട് പലതും കുഞ്ഞിനെ കണ്ടാൽ പറയുന്ന വർത്തമാനങ്ങൾ പറയുകയും ചെയ്തു. അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്ന മറ്റൊരു റിവായത്ത് നോക്കൂ നിങ്ങൾ. മാ റഅയ്തു അഹദൻ കാന അർഹമ ബിൽ ഇയാലി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബത്തോട് അഥവാ ഭാര്യമാരോടും മക്കളോടുമെല്ലാം ഇത്രയും റഹ്മത്ത് കാണിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിനെ പോലെ മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. കാന ഇബ്രാഹിം മുസ്തർദഅൻ ലഹു ഫി അവാലിൽ മദീന. മദീനയിലെ അവാലി എന്നറിയപ്പെടുന്ന ഉയർന്ന ഭാഗത്ത് മുലയൂട്ടാൻ വേണ്ടി ഒരു കുടുംബത്തിൽ ആയിരുന്നു ഇബ്രാഹിം. ഫകാന യൻതലിഖു വനഹ്നു മഅഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോടൊപ്പം, ഞങ്ങളും നബിയുടെ കൂടെ ഉണ്ടായിരിക്കും. ആ വീട്ടിലേക്ക് പോകും. ഫയദ്ഖുലുൽ ബൈത്ത്, ആ വീട്ടിലേക്ക് കയറും. ഫയഖുദുഹു ഫയുഖബ്ബിലുഹു സുമ്മ യർജഅ, കുഞ്ഞിനെ എടുക്കും, ചുംബിക്കും, എന്നിട്ട് തിരിച്ചു പോരും. അവിടെ ഏൽപ്പിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച സമയത്ത് കുഞ്ഞിനെ കാണാൻ പോവുകയും അതിനെടുക്കുകയും ചുംബിക്കുകയും എല്ലാം ചെയ്യും. ചില ആളുകൾ അറബികളിൽ പഴയ കാലത്ത് കുട്ടികളെ ചുംബിക്കുന്നത് അവരുടെ ഒരു പത്രാസിനും അവരുടെ ഗൗരവത്തിനും ഒക്കെ ഒരു കോട്ടം സംഭവിക്കുന്ന കാര്യമാണെന്ന് കരുതുന്ന ആളുകളുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ കുട്ടികളെ ചുംബിക്കാറുണ്ടോ? എനിക്ക് ഇത്ര മക്കളുണ്ട്, ഞാൻ ഇതുവരെ കുട്ടികളെ ചുംബിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു നിന്റെ ഹൃദയത്തിൽ നിന്ന് റഹ്മത്ത് ഊരിയെടുത്താൽ ഞാൻ എന്ത് ചെയ്യാനാണ്? മൻ ലാ യർഹമു ലാ യുർഹം, മൻ ലാ യർഹം ലാ യുർഹം. റഹ്മത്ത് കാണിക്കാത്തവനോട് റഹ്മത്ത് കാണിക്കപ്പെടുകയില്ല. അതുകൊണ്ട് അവനവന്റെ മക്കളെ ഓമനിക്കുക, അവരെ ചുംബിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശ്രേഷ്ഠമായ കാര്യങ്ങളിൽ ഒന്നാണ്. ചില ഹദീസുകളിൽ കാണാം റസൂലുള്ളാഹി എന്ത് ചെയ്തു? ഖബ്ബലഹു വശമ്മ, കുഞ്ഞിനെ ചുംബിക്കുകയും ഷമ്മഹു, ഷമ്മഹു എന്ന് പറഞ്ഞാൽ എന്താ? മണക്കുക, മുത്തി മണക്കുക എന്ന് നമ്മൾ പറയുമല്ലോ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുമായിരുന്നു. കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ഉമ്മയെ അല്ലെങ്കിൽ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞുങ്ങളെ മണക്കുന്ന മണം അത് ലോകത്തെ ഏറ്റവും നല്ല സുഗന്ധമായിട്ടായിരിക്കും അവർക്ക് അനുഭവപ്പെടുക, കുട്ടികളുടെ ഗന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പണ്ട് അറബികളിൽപ്പെട്ട ഒരു പെണ്ണ് കുഞ്ഞിനെ താരാട്ടുപാടുകയുണ്ടായി. യഹബ്ബദ റീഹുൽ വലദ് റീഹുൽ ഖുസാമ ഫിൽ ബലദ് അഹാകദ കുല്ലുൽ വലദ് അം ലം യലിദ് ഖബ്ലി അഹദ്. യഹബ്ബദ റീഹുൽ വലദ്, കുഞ്ഞിന്റെ സുഗന്ധം, എന്റെ മകന്റെ കുട്ടിയുടെ സുഗന്ധം അത് എത്ര നല്ല സുഗന്ധമാണ്. റീഹുൽ ഖുസാമ ഫിൽ ബലദ്, ഈ നാട്ടിലെ ഖുസാമയുടെ സുഗന്ധമാണ് അതിനുള്ളത്. ഖുസാമ എന്നത് സുഗന്ധ പുഷ്പമാണ്, ലാവൻഡർ, അതിനാണ് എന്ത് പറയുക? ഖുസാമ. റീഹുൽ ഖുസാമ ഫിൽ ബലദ് അഹാകദ കുല്ലുൽ വലദ്, എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെ തന്നെയാണോ? അം ലം യലിദ് ഖബ്ലി അഹദ്, അതല്ല എനിക്ക് മുമ്പ് ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ലേ എന്ന് ആ സ്ത്രീ ഒരു കവിത പാടുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നൈർമല്യമുള്ള ജീവിത പാഠങ്ങളാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റഹ്മത്തും അതുപോലെ കുടുംബത്തോടും ഉമ്മത്തിനോടും സമൂഹത്തിലെ ദുർബലരോടുമൊക്കെയുള്ള കാരുണ്യവും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സീറയിലെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു തആല ആലം. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.